വള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന ഡിഡിയുടെ ഉത്തരവിന് സ്റ്റേ ഇല്ല. ഡിഡിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി ഇപ്പോൾ നിരാകരിച്ചിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് ഹിജാബുമായി ബന്ധപ്പെട്ട്. സ്കൂൾ യൂണിഫോമിന് പുറമെ തലയിൽ ഒരു തട്ടം ഇട്ടുകൊണ്ട് സ്കൂളിൽ വരുന്നത് തടഞ്ഞുകൊണ്ട് ഒരു സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിക്കും. പൊതുവെ ഞാനൊക്കെ പഠിച്ചത് പറഞ്ഞ പോലെ ഒരു ക്രിസ്ത്യൻ സ്കൂളിലായിരുന്നു 7 പേര്. പിന്നീട് സർക്കാർ സ്കൂളിലേക്ക് മാറി. എന്നാൽ അവിടെയൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും ഇതുപോലെ വർഗീയ സംസാരിക്കുന്ന ടീച്ചർമാർ ഇല്ലായിരുന്നു എന്നുള്ളത്. കാരണം അന്നും തട്ടമിട്ട് വരുന്ന പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അവർക്ക് അതൊരു പ്രശ്നമല്ലായിരുന്നു. ഇപ്പൊ ഈ അടുത്തു മുതൽ എനിക്ക് തോന്നുന്ന ഒരു 10 വർഷത്തിന്റെ ഉള്ളിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളത്. അതുവരെ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അറിവിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. നമുക്കറിയാം പല സ്കൂളുകളിലും വലിയ ക്ലാസ്സുകളിൽ വരെ കന്യാസ്ത്രീകൾ ഈ തട്ടം തലമറച്ചുകൊണ്ട് ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് അവരുടെ എക്സാമും പഠനത്തിനും ഒക്കെ പോകുന്നത്. ആരും തടയാറില്ല. ഇതൊന്നും അവരുടെ യൂണിഫോം പോലും അവർ ധരിക്കാറില്ല എന്നുള്ളതാണ്. അപ്പം അവർക്കും പഠിക്കണം, എല്ലാവർക്കും പഠിക്കണം എന്നുള്ളതാണ്. വിദ്യാഭ്യാസം എന്നുള്ളത് എല്ലാ കുട്ടികൾക്കും കൊടുക്കണം എന്നുള്ളത് ആർട്ടിക്കിൾ നമ്മുടെ ഭരണഘടനയിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും നിർബന്ധമായിട്ടും എല്ലാ കുട്ടികൾക്കും കൊടുക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസം എന്നുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മളെ പ്രധാനമായിട്ടുള്ള ഈ ഒരു കന്യാസ്ത്രീ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. സ്ത്രീകളും ജീൻസ് ടോപ്പും ഒക്കെ ഇട്ടിട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് മക്കളെ ഈ വേഷമാണ് നല്ലത്. ഇത് ഞാൻ 10ാം ക്ലാസ്സിൽ ഒരിക്കലും പഠിപ്പിച്ച ഒരു ചെറിയ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല രസം, ഓമനത്തുള്ള, അത് മുസ്ലിംസ് എല്ലാത്തിനും അങ്ങനെയാണല്ലോ, നല്ല ഓമനത്തുള്ള ഒരു മുഖം. അപ്പൊ ഇവിടെ ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള ഡ്രസ് ഇട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ ഇതിങ്ങനെ ഇടണം, സ്കൂളിൽ വരുമ്പോഴൊക്കെ ഇടണം നിർബന്ധമുണ്ടോ? ബാപ്പ പറഞ്ഞു അതുകൊണ്ടാണ് ഇടുന്നെന്ന് പറഞ്ഞു. കൊച്ചിന് അത്രേ അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ ബാപ്പായിക്ക് എന്നോട് ഭയങ്കര സ്നേഹമുള്ള കുട്ടി, നല്ലപോലെ പഠിക്കും, നല്ല കുട്ടിയാ, നമ്മൾ കുട്ടിയും ഞാനുമായിട്ട് നല്ല അടുപ്പായിട്ട് ബാപ്പായിക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ബാപ്പയോട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾക്ക് നിയമം ഉണ്ടോ അറിയാൻ വേണ്ടി ചോദിച്ചത്, ഊരിക്കറിയാൻ പറയാനല്ല. അന്നേരം പറഞ്ഞു, സിസ്റ്ററെ ഇത് ഞങ്ങളുടെ അഭിമാനമാണ്, ഇത് ഞങ്ങളുടെ മതത്തിന്റെ മുഖമുദ്രയാണ്, ഇത് ഇസ്ലാമിന്റെയാണ്. അതെങ്ങനെ ഊരിക്കളയാൻ പറയാൻ പറ്റുമോ? അല്ലേ? അത് നമുക്ക് തമ്പുരാൻ കർത്താവ് എന്ന് പറഞ്ഞാൽ യഹോവ അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ സിസ്റ്റർ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. വർഗീയതയൊക്കെ മാറ്റിവെച്ച് തലയിൽ ആ വർഗീയത കയറുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. സിന്ദൂരം തൊട്ടിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊട്ട് തൊട്ടിട്ടോ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഹിന്ദുക്കൾ അവരുടെ കറുപ്പ് വസ്ത്രം അണിഞ്ഞോ സ്കൂളിൽ വരുന്ന, എൻ്റെ ഒക്കെ കാലത്തും എല്ലാ സ്കൂളിലും അങ്ങനെ വരാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും പോകുന്നുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ആർക്കും അതൊരു വർഗീയമായിട്ട് ഇത് എന്തിനാ ഇത് ധരിക്കണം ചോദിക്കാറില്ല. നമ്മൾ യൂണിഫോം ധരിച്ച് അവരെന്താ അങ്ങനെ കുട്ടികൾക്ക് ആർക്കും തോന്നാറില്ല. പക്ഷെ ഇത് അപഹാസ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്നാമത്തത് ഈ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ പറയുമ്പോൾ ഇവര് കർത്താവിന്റെ മണവാട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണോ, അതല്ല ഇവർക്ക് അടുപ്പിലുമാകാം എന്നുള്ളതാണോ? അപ്പം എന്താണ് ഇവർ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? വർഗീയത അല്ലാതെ മറ്റെന്താണ് ഇവർ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ വിഷയം. കാസ തീവ്രവാദികളും ഹിജാബ് വിവാദവും. ഇവിടെ നമുക്കറിയാം, ഇവിടെ കുറച്ചു കാലങ്ങളായിട്ട് ഉള്ള ഒരു തീവ്രവാദ സംഘടനയാണ് കാസ എന്നത്. വളരെയധികം മനുഷ്യർക്കിടയിൽ, ഈ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ വളരെയധികം വർഗീയത പ്രചരിപ്പിക്കുകയും അവർക്ക് തമ്മിൽ തല്ലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ കാസ തീവ്രവാദികൾ എന്ന് പറയുന്നത്. അവരാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കൂടുതൽ ചുക്കാൻ പിടിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു ഇതൊക്കെ തലയിൽ കയറിയ ചില ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളുമാണ് ഈ വിഷയം ഇങ്ങനെ പ്രശ്നമാക്കുന്നത്. അല്ലാതെ ഒരു തലയിൽ ഒരു തട്ടമിട്ടെന്ന് കരുതിയിട്ട് അവിടെ അതേ കളർ, ആ യൂണിഫോം ഇട്ട അതേ കളർ തന്നെ തട്ടം തലയിലിട്ട് എന്നത് ആ യൂണിഫോമിറ്റിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആരും ഒരു കുട്ടിയും അങ്ങനെ അത് എതിർത്ത് പറയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനത്തെ കുട്ടികൾ ആരും ഈ കേരളത്തിലില്ല. ഈ പറഞ്ഞ ആളുകളാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം.
ഈ അടുത്ത് കണ്ട ഫേസ്ബുക്ക് ഒരു പോസ്റ്റാണ്. ആ കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ചിട്ടാണ് ഹിജാബ് ധരിക്കരുത് എന്ന് പറയുന്നത് എന്ന ഒരു പോസ്റ്റ് ന്യൂസ് 18 വന്ന ഒരു കാർഡിനെ കാണിച്ചിട്ടാണ് കാസ തീവ്രവാദികൾ പോസ്റ്റ് ചെയ്തത്. അവരുടെ ചോദ്യം ഇതാണ്: ഹിജാബ് വിഷയത്തെ ന്യായീകരിക്കാൻ കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രത്തെ കുറിച്ച് പറയുന്നവരോട് ഉള്ള മറുപടിയാണ് അവർ പറയുന്നത്. എന്താണ് മറുപടി? ഹിജാബ് ധരിക്കൽ ഇസ്ലാമിൽ എസെൻഷ്യൽ റിലീജിയൻസ് പ്രാക്ടീസ് അല്ല എന്നാണ്. എസെൻഷ്യൽ റിലീജിയൻ പ്രാക്ടീസ് അല്ല എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, നമുക്ക് പരിശോധിക്കാം. എന്നാൽ ശിരോവസ്ത്രം ഒരു കന്യാസ്ത്രീ റിലീജിയൻസ് എസെൻഷ്യൽ പ്രാക്ടീസ് ആണ് എന്നാണ് ആര് പറയുന്നത്? ഈ പറഞ്ഞ ഗാസ തീവ്രവാദികൾ പറയുന്നു. അടിയുള്ളത് സൗദി അറേബ്യയിൽ വരെ ക്ലാസ് റൂമിൽ ഹിജാബ് ഞാൻ ബാൻ ചെയ്തത് അതുകൊണ്ടാണ് എന്ന് വർഗീയവാദികൾ മനസ്സിലാക്കുന്നത്. സൗദി അറേബ്യയിൽ എവിടെയാണ് ഈ ഹിജാബ് ബാൻ ചെയ്തത് എന്നുള്ളത് ഇവർ തന്നെ കാണിച്ചു തരണം. ഞാൻ സൗദിയിലൊക്കെ ഒരുപാട് പണിയെടുത്താണ്. സൗദിയിൽ മാത്രമല്ല, കുവൈത്തിൽ, ദുബായിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ഇവര് അത് കണ്ടത് എന്ന് നമുക്കൊന്ന് കാണിച്ചു തരണം. അതുമായിട്ട് അവിടേക്ക് ചെന്നാൽ മതി എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഈ ഹിജാബ് ധരിക്കൽ എന്നുള്ളത് എക്സെപ്ഷണൽ റിലീജിയൻ പ്രാക്ടീസ് അല്ല എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ഇവരാണ് തീരുമാനിക്കുന്നത്? അല്ലല്ലോ. അതിന്റെ ഒരു മതപുസ്തകങ്ങളും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഹദീസും പ്രവാചകൻ എന്ത് പറഞ്ഞു, ഖുർആനിൽ എന്ത് പറഞ്ഞു, അതാണ് മുസ്ലിങ്ങളുടെ ഒരു പൊതു നിയമം എന്ന് പറയുന്നത്. ഇനിയിപ്പോ കുറച്ച് ആൾക്കാർ തല തട്ടിട്ടില്ല എന്ന് ചെയ്യും, അത് അവരുടെ ഇഷ്ടം, അവരുടെ ചോയ്സാണ്. ഇനി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മദ്യം ഹറാമാണ്, പക്ഷെ മദ്യപിക്കുന്ന ആളുകളുണ്ട്, അതുകൊണ്ട് അതേപോലെ നമസ്കരിക്കാതെ നടക്കുന്ന കുറെ ആളുകളുണ്ട്, അതുകൊണ്ട് അത് പ്രാക്ടീസ് അല്ല എന്ന് പറയും. റിലീജിയൻസ് പ്രാക്ടീസ് അല്ല എന്ന് ഇവർ പറയും. നിർബന്ധമായിട്ട് ഇത് ധരിക്കേണ്ട കാര്യമാണെന്നുള്ളത് നമുക്ക് എന്തായാലും നമുക്ക് ഈ വിഷയം ജെമിനിയോടൊന്ന് ചോദിച്ചിട്ട് അതിനുള്ള മറുപടി എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. എല്ലാ വിഷയവും ഞാൻ ചോദിക്കുന്നുണ്ട്, എല്ലാത്തിനും മറുപടി നമുക്ക് കേൾക്കാം. രുടെ ഇടയിൽ പൊതുവായി അംഗീകരിക്കപ്പെട്ട അഭിപ്രായമനുസരിച്ച് മുസ്ലിം യുവതികൾക്ക് ഹിജാബ് നിർബന്ധമാണ്. ഇത് കേവലം ഒരു ഇവിടെ ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇസ്ലാമിൽ മുസ്ലിം യുവതികൾക്ക് ഹിജാബ് നിർബന്ധമാണോ? ആണെങ്കിൽ എന്താണ് അതിന്റെ റെഫറൻസ്? വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു ചോദ്യം, അതിനുള്ള മറുപടിയാണ് ഇനി വരുന്നത്. ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇടയിൽ പൊതുവായി അംഗീകരിക്കപ്പെട്ട അഭിപ്രായമനുസരിച്ച് മുസ്ലിം യുവതികൾക്ക് ഹിജാബ് നിർബന്ധമാണ്. ഇത് കേവലം ഒരു സാംസ്കാരിക ആചാരമായിട്ടല്ല, മറിച്ച് ഖുർആനിലും ഹദീസുകളിലും പ്രവാചക വചനങ്ങളിൽ നൽകിയിട്ടുള്ള മതപരമായ കൽപ്പനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രധാന റഫറൻസുകൾ, സൂചനകൾ: 1. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂർ. സത്യവിശ്വാസികളോടും പറയുക, തങ്ങളുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തുകയും ഗുഹ്യഭാഗങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക. തങ്ങളുടെ അലങ്കാരം അതിൽ നിന്ന് വെളിവാകുന്നതല്ലാതെ അവർ വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്യുക. തങ്ങളുടെ മക്കനകൾ, ശിരോവസ്ത്രങ്ങൾ അവർ മാറിടത്തിനുമീതെ താഴ്ത്തിയിടുകയും ചെയ്യുക. ഈ സൂക്തത്തിൽ സ്ത്രീകൾ തങ്ങളുടെ ശിരോവസ്ത്രങ്ങൾ ഖുമൂർ നെഞ്ചിലേക്ക് ഇറക്കി ധരിക്കാൻ നിർദ്ദേശിക്കുന്നു. ഇത് തലയും നെഞ്ചും മറക്കേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. 2. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് അനുപാതം 33:59. നബിയെ, നിന്റെ ഭാര്യമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ ജിൽബാബുകൾ, വലിയ പുടവകൾ, മേലങ്കികൾ തങ്ങളുടെ ശരീരത്തിന്മേൽ താഴ്ത്തിയിടാൻ പറയുക. അവർ തിരിച്ചറിയപ്പെടാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അതാണ് കൂടുതൽ നല്ലത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഈ സൂക്തം പുറത്തിറങ്ങുമ്പോൾ സ്ത്രീകൾ പുറത്തുപോകുമ്പോൾ ധരിക്കേണ്ട പ്രത്യേക മേലങ്കിയെ ജിൽബാബ് കുറിച്ച് പറയുന്നു. ഇത് മാന്യമായ വസ്ത്രധാരണത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. 3. ഹദീസ് പ്രവാചക വചനങ്ങൾ. മുഹമ്മദ് നബി സാളിയുടെ നിരവധി വചനങ്ങളും ഹിജാബിന്റെ ആവശ്യകതയെ സാധൂകരിക്കുന്നു. സ്ത്രീ ശരീരത്തിന്റെ ഔറത്ത്, മറയ്ക്കപ്പെടേണ്ട ഭാഗങ്ങൾ, മുഖവും മുൻകൈകളും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളാണെന്ന് മിക്ക പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് പരപുരുഷന്മാരുടെ മുന്നിൽ തന്റെ മുഖവും കൈപ്പത്തികളും ഒഴികെയുള്ള ഭാഗങ്ങൾ മറയ്ക്കണമെന്ന് ഹദീസുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഖുർആനിക സൂക്തങ്ങളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂരിഭാഗം ഇസ്ലാമിക പണ്ഡിതന്മാരും ഹിജാബ് മുസ്ലിം സ്ത്രീകൾക്ക് നിർബന്ധമാണെന്ന കാര്യത്തിൽ ഏകാഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. ഹിജാബ് എന്നത് തല മറയ്ക്കുന്നതിനോടൊപ്പം മാന്യമായ അയഞ്ഞ വസ്ത്രധാരണത്തെയും ഉൾക്കൊള്ളുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം ക്രിസ്ത്യൻ സ്ത്രീകളും കന്യാസ്ത്രീകൾക്കും തലമറയ്ക്കുന്നതിനെ കുറിച്ചാണ്. അതിന്റെ എന്താണ് മറുപടി എന്ന് നോക്കാം. തലമറയ്ക്കുന്നതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളും ആചാരങ്ങളുമാണുള്ളത്. ഇത് അതാത് ക്രിസ്തീയ വിഭാഗങ്ങളെയും കാലഘട്ടങ്ങളെയും ആശ്രയിച്ചിരിക്കും. ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് പൊതുവായി തലമറയ്ക്കുന്നത്. ബൈബിൾപരമായ സൂചന. തലമറയ്ക്കുന്നതിന്റെ അടിസ്ഥാനം പ്രധാനമായും 1 കൊരിന്ത്യർ അനുപാതം 11:2-16 എന്നീ വാക്യങ്ങളാണ്. ആരാധനയുടെ സമയത്ത് സ്ത്രീകൾ തലമറയ്ക്കണം എന്ന് ഈ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. തലമറയ്ക്കാത്ത സ്ത്രീയുടെ അവസ്ഥ മുടിമുറിച്ചതിന് തുല്യമാണ് എന്നും തലമറയ്ക്കുന്നത് അധികാരത്തിന്റെ ഒരു അടയാളമാണ് എന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. ചരിത്രപരമായ ആചാരം. കിഴക്കൻ ഓർത്തഡോക്സ്, ഓറിയന്റൽ ഓർത്തഡോക്സ്, കത്തോലിക്ക സഭകൾ ഉൾപ്പെടെയുള്ള പല പാരമ്പര്യ ക്രിസ്തീയ വിഭാഗങ്ങളിലും സ്ത്രീകൾ ആരാധനയുടെ സമയത്ത് തലമറയ്ക്കുന്ന പതിവ് വളരെക്കാലം നിലനിന്നിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ ആചാരം മിക്കവാറും ഇല്ലാതായി. നിലവിലെ നിലപാട്. റോമൻ കത്തോലിക്ക സഭ 1983 കാനോൻ നിയമത്തിൽ കോഡ് ഓഫ് കാനൻ ലോ സ്ത്രീകൾ പള്ളിയിൽ തലമറയ്ക്കണം എന്ന നിർബന്ധം എടുത്തുമാറ്റി. അതിനാൽ ഇന്നത്തെ കത്തോലിക്ക സ്ത്രീകൾക്ക് ഇത് നിർബന്ധമല്ല. എങ്കിലും ചിലർ വ്യക്തിപരമായ ഭക്തിയുടെ ഭാഗമായി തലമറയ്ക്കാറുണ്ട്. മറ്റ് വിഭാഗങ്ങൾ. കൺസർവേറ്റീവ് അനബാപ്റ്റിസ്റ്റുകൾ, അതായത് ആമിഷും മെനോനൈറ്റുകളും പോലുള്ള ചില വിഭാഗങ്ങൾ സ്ത്രീകൾ എല്ലാ സമയത്തും തലമറയ്ക്കണം എന്ന് പഠിപ്പിക്കുന്നു. മറ്റ് പല പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളും ഈ കൽപ്പനയെ അന്നത്തെ പ്രാദേശിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒന്നായി കണക്കാക്കുകയും ഇന്ന് നിർബന്ധമല്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു.
കന്യാസ്ത്രീകൾക്ക് നൺസ് തലമറയ്ക്കുന്നത് നിർബന്ധം. കന്യാസ്ത്രീകൾ നൺസ് തലമറയ്ക്കുന്നത് അവരുടെ മതപരമായ വേഷമായ ഹാബിറ്റ് അവിഭാജ്യ ഘടകമാണ്. മിക്ക കന്യാസ്ത്രീ മഠങ്ങളിലും ഇതിപ്പോഴും നിർബന്ധമാണ്. പ്രാധാന്യം: കന്യാസ്ത്രീകൾ അവരുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചതിന്റെ ഒരു അടയാളമായിട്ടാണ് ഈ ശിരോവസ്ത്രം വെയിൽ ധരിക്കുന്നത്. ഇത് ഭക്തി, വിനയം, ലോകത്തിൽ നിന്നുള്ള വേർതിരിവ്, കൂടാതെ തങ്ങളെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി കണക്കാക്കുന്നതിന്റെ പ്രതീകമായും കരുതപ്പെടുന്നു. എങ്കിലും വത്തിക്കാൻ കൗൺസിലിന് ശേഷം വാറ്റിക്കൻ II ചില കന്യാസ്ത്രീ സഭകൾ അവരുടെ വസ്ത്രധാരണ രീതി ലഘൂകരിക്കുകയും ചിലർ പരമ്പരാഗത ശിരോവസ്ത്രം ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മിക്ക പരമ്പരാഗത സന്യാസ്ത്രീ സമൂഹങ്ങളിലും ഇതിപ്പോഴും ഒരു പ്രധാന ഘടകമാണ്. ചുരുക്കത്തിൽ, പൊതുവായ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് മിക്ക പ്രമുഖ ക്രിസ്തീയ വിഭാഗങ്ങളിലും ഇതിപ്പോൾ നിർബന്ധമല്ല, വ്യക്തിപരമായ തെരഞ്ഞെടുപ്പാണ്. കന്യാസ്ത്രീകൾക്ക് അവരുടെ മതാചാരങ്ങളുടെയും സന്യാസ ജീവിതത്തിന്റെയും ഭാഗമായി ശിരോവസ്ത്രം വെയിൽ ധരിക്കുന്നത് നിർബന്ധമാണ്. ചില പുതിയ സഭകളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് 1 കൊരിന്ത്യർ ഈ പറഞ്ഞ പൗലോസിന്റെ അഭിപ്രായത്തിൽ വരുന്ന ലേഖനങ്ങളിലാണ് ഈ സംഭവം വരുന്നത്. അതായത് ലജ്ജയുള്ള അല്ലെങ്കിൽ ഉളുപ്പുള്ള, മലയാളത്തിൽ പറഞ്ഞ ഉളുപ്പുള്ള ആളുകൾ എന്ത് ചെയ്യുക? തല മറയ്ക്കുക. അല്ലാത്തവർ എന്ത് ചെയ്യുക? ഉളുപ്പില്ലെങ്കിൽ മുടി വെട്ടുക അല്ലെങ്കിൽ ക്ഷൗര്യം ചെയ്യുക, മൊട്ട അടിക്കുക ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതാണ് കൃത്യമായിട്ട് അവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും ഇനി അതുമല്ല, ചില സഭകൾ പറഞ്ഞ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി കേൾക്കാം. എന്തായാലും ഇതിനെ പറ്റിയിട്ട് കന്യാസ്ത്രീകൾ തലമറയ്ക്കണമെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യേശുക്രിസ്തു അല്ലെങ്കിൽ മറ്റു സുവിശേഷകർ ആരെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ അടുത്ത ചോദ്യം. അതിനെന്താ മറുപടിയാണ്? കന്യാസ്ത്രീകൾ നൺസ് എന്ന ഒരു പ്രത്യേക വിഭാഗം തലമറയ്ക്കണമെന്ന് യേശുക്രിസ്തുവോ സുവിശേഷകന്മാരോ ബൈബിളിൽ ഒരിടത്തും നേരിട്ട് പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല, സുവിശേഷകർ പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ പറഞ്ഞത്? അപ്പോസ്തലനായ പൗലോസിന്റെ നിർദ്ദേശം മാത്രമാണ്. കന്യാസ്ത്രീകൾ നൺസ് എന്ന ഒരു പ്രത്യേക വിഭാഗം തലമറയ്ക്കണമെന്ന് യേശുക്രിസ്തുവോ സുവിശേഷകന്മാരോ ബൈബിളിൽ ഒരിടത്തും നേരിട്ട് പറഞ്ഞിട്ടില്ല. ഇന്നത്തെ കന്യാസ്ത്രീകൾ തലമറയ്ക്കുന്നത് പ്രധാനമായും താഴെ പറയുന്ന 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. 1. അപ്പോസ്തലനായ പൗലോസിന്റെ നിർദ്ദേശം. 1 കൊരിന്ത്യർ അനുപാതം 11:5-6 13. ആരാധനയുടെ സമയത്ത് സ്ത്രീകൾ തലമറയ്ക്കണമെന്ന് പൗലോസ് എഴുതുന്നു. എന്നാൽ തലമറയ്ക്കാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു. അത് തലമുണ്ടനം ചെയ്തതുപോലെയാകുന്നു. ഒരു സ്ത്രീ തല മറയ്ക്കുന്നില്ലെങ്കിൽ അവൾ മുടിമുറിച്ചു കളയട്ടെ. എന്നാൽ മുടിമുറിക്കുന്നതോ തലമുണ്ടനം ചെയ്യുന്നതോ ലജ്ജാകരമാണെങ്കിൽ അവൾ തലമറയ്ക്കട്ടെ. ഈ ഭാഗം എല്ലാ ക്രിസ്ത്യൻ സ്ത്രീകൾക്കും ബാധകമായ ഒരു പൊതുനിർദ്ദേശമാണ്. കന്യാസ്ത്രീകൾ ഇതിനെ തങ്ങളുടെ ആത്മീയ സമർപ്പണത്തിന്റെ ഭാഗമായി കർശനമായി പിന്തുടരുകയും അതിനെ ഒരു പ്രത്യേക വേഷമായി ഹാബിറ്റ് നിലനിർത്തുകയും ചെയ്തു. 2. സന്യാസ ജീവിതത്തിന്റെ പാരമ്പര്യം. കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രം വെയിൽ. അത് തന്നെ പൊതുവെ എല്ലാ ക്രിസ്ത്യൻ സ്ത്രീകൾക്കും ആയിട്ടാണ് പറയുന്നത്. പക്ഷെ അത് എല്ലാ ക്രിസ്ത്യൻ സ്ത്രീകളും അനുവർത്തിക്കുന്നില്ല. പക്ഷെ കന്യാസ്ത്രീകൾ അവര് അത് അനുവർത്തിച്ചു പോരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അവരുടെ സന്യാസ ജീവിതത്തിന്റെ യൂണിഫോം ഹാബിറ്റാണ്. ഇത് വെറുമൊരു മതപരമായ കൽപ്പന എന്നതിലുപരി അവർ ദൈവത്തിനായി തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു, ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടു, വിനയം, വിശുദ്ധി എന്നിവ പാലിക്കുന്നു എന്നതിന്റെ ബാഹ്യമായ അടയാളമാണ്. കണ്ടോ? അതായത് അവരുടെ യൂണിഫോമാണത്. അതുപോലെ തന്നെ ഇസ്ലാമിന് ഒരു യൂണിഫോം ഉണ്ട്. അതാണ് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തല മറയ്ക്കുക, മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറയ്ക്കുക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ്. അത് ഊരി വെച്ചിട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ വേറൊരു യൂണിഫോം, വീട്ടിലുള്ളപ്പോൾ വേറെ പുറത്തു പോകുമ്പോൾ വേറൊരു യൂണിഫോം, അങ്ങനെ ഇവര് ചെയ്യുന്നില്ല. ആര്? ഈ കന്യാസ്ത്രീകൾ ചെയ്യുന്നില്ല. പക്ഷെ മുസ്ലിം സ്ത്രീകൾ അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ എന്താ മറ്റേ പണ്ടൊക്കെ പറയുന്നവര് ഈ നെല്ല് കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുത്തിട്ട് വാങ്ങിയതാണോ? അല്ലല്ലോ. നമ്മൾ ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മതപരമായ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും എല്ലാം ചെയ്യാൻ ആർട്ടിക്കിൾ 25 പ്രകാരം എല്ലാവർക്കും അവകാശമുണ്ട്. അതുപോലെ മുസ്ലിങ്ങൾക്കുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ ഒരു വിട്ടുവീഴ്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക എന്നുള്ളതാണ്. ഈ ആചാരം ആദ്യകാല സഭയുടെ പാരമ്പര്യങ്ങളിൽ നിന്നും പിൽക്കാല സഭാപിതാക്കന്മാരുടെ ചർച്ച് ഫാദേഴ്സ് പഠിപ്പിക്കലുകളിൽ നിന്നും രൂപപ്പെട്ടതാണ്. 3. സഭാനിയമം കാനൻ ലോ. റോമൻ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള പല പാരമ്പര്യ സഭകളിലെയും കന്യാസ്ത്രീ മഠങ്ങളുടെ നിയമങ്ങൾ റൂൾസ് ഓഫ് ദി ഓർഡർ അനുസരിച്ച് സന്യാസിനിമാർ തങ്ങളുടെ വേഷം ശിരോവസ്ത്രം ഉൾപ്പെടെ ധരിക്കാൻ ബാധ്യസ്ഥരാണ്. ചുരുക്കത്തിൽ, യേശു നേരിട്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഒരു നിയമം നൽകിയിട്ടില്ല. എന്നാൽ കന്യാസ്ത്രീകൾ തലമറയ്ക്കുന്നതിന്റെ ബൈബിളികമായ അടിസ്ഥാനം പൗലോസ് അപ്പസ്തോലൻ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലെ നിർദ്ദേശമാണ്. ഈ നിർദ്ദേശമാണ് പിൽക്കാലത്ത് സന്യാസ പാരമ്പര്യത്തിൽ ഒരു സ്ഥിരം വേഷമായി മാറിയത്. അതാണ്. അപ്പം ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ശിരോവസ്ത്രം ഒരു കന്യാസ്ത്രീക്ക് റിലീജിയൻസ് എക്സെപ്ഷണൽ പ്രാക്ടീസ് ആണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇവർ പറയുന്നത് അങ്ങനെയല്ല. അത് യേശുക്രിസ്തുവും സുവിശേഷകരൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പൗലോസ് അപ്പോസ്തലനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. പിന്നെ ചർച്ചും മറ്റും അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതൊരു
നിർബന്ധമായ ഒരു കാര്യമല്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇനി ഇസ്ലാമിലേക്ക് കിടക്കുകയാണെങ്കിൽ എന്താണ് ഇസ്ലാമിൽ ഈ വിഷയം എന്ന് നമുക്ക് നോക്കാം. മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് തലയും ശരീരവും മറയ്ക്കുന്നത് ഒരു മതപരമായ കൽപ്പനയായിട്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇടയിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. കണ്ടോ, ഇത് നിർബന്ധമായിട്ട് മതപരമായ കൽപ്പനയാണ്. ഇത് കേവലം ഒരു സാംസ്കാരിക ആചാരമല്ല. ഇതിനുള്ള പ്രധാന ഒരു സാംസ്കാരിക ആചാരമല്ല. മതപരമായ റഫറൻസുകൾ, സൂചനകൾ: 1. ഖുർആൻ. സൂറത്തുനൂർ അർവാസിനികളോട് തങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്താനും തങ്ങളുടെ ശിരോവസ്ത്രങ്ങൾ കുമൂർ മാറിടത്തിനു മീതെ താഴ്ത്തിയിടാനും ഈ സൂക്തത്തിൽ കൽപ്പിക്കുന്നു. തലയും നെഞ്ചും മറയ്ക്കണം എന്ന് ഇത് സൂചിപ്പിക്കുന്നു. 2. ഖുർആൻ. സൂറത്തുൽ അഹ്സാബ് അനുപാതം 33:59. പ്രവാചകന്റെ ഭാര്യമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും തങ്ങളുടെ ജിൽബാബുകൾ, വലിയ മേലങ്കികൾ തങ്ങളുടെ ശരീരത്തിന്മേൽ താഴ്ത്തിയിടാൻ കൽപ്പിക്കുന്നു. ഇത് മാന്യമായ പൂർണ്ണ വസ്ത്രധാരണം നിർബന്ധമാക്കുന്നു. ഈ ഖുർആൻ വാക്യങ്ങളെയും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 7 വചനങ്ങളെയും ഹദീസ് അടിസ്ഥാനമാക്കി പ്രായപൂർത്തിയായ മുസ്ലിം സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ തങ്ങളുടെ മുഖവും മുൻകൈകളും ഒഴികെയുള്ള ശരീരം മറയ്ക്കേണ്ടത് ഫർള് അഥവാ നിർബന്ധമായ കൽപ്പനയാണ്, ഒബ്ലിഗേഷൻ എന്നാണ് പ്രബലമായ പണ്ഡിത വീക്ഷണം. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് തലമറയ്ക്കുന്നത് ഹിജാബ് നിർബന്ധമായ മതപരമായ കൽപ്പനയായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ജമീനി പറഞ്ഞു തന്നിട്ടുണ്ട്. ആർക്കും ചോദിക്കാവുന്ന കാര്യമാണ്. ഖുർആൻ ഒന്നെടുത്ത് പരിശോധിച്ചിട്ട് ഇത് എവിടെയാണ് പറഞ്ഞത് ഒന്നും നോക്കണ്ട. ഇപ്പോഴത്തെ AI രൂപത്തിൽ നിങ്ങൾക്ക് AI ചാറ്റ് ബോട്ട് ആയിട്ടുള്ള ChatGPT, ഗ്രോക്ക്, ജെമിനി ഏതിനോടും നിങ്ങൾക്ക് ചോദിക്കാം ഇസ്ലാമിൽ ഹിജാബ് നിർബന്ധമാണോ മുസ്ലിം സ്ത്രീകൾക്ക് എന്നുള്ള ചോദ്യം കൃത്യമായിട്ടുള്ള മറുപടി തരും. അപ്പം ഇത് ഗാസ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളിയിലച്ചൻ തന്നെ അവരെ പറ്റി പറയുന്ന കാര്യം നിങ്ങൾ തന്നെ കേട്ടു. ഒറ്റ രാഷ്ട്രീയമേ ഉള്ളൂ, അത് മുസ്ലിം വിരുദ്ധതയാണ്. മുസ്ലിം വിരുദ്ധതയാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവർ കുറെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. അവർ ഞങ്ങൾ പെൺകുട്ടികളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകും, ആര് മുസ്ലിംസ്, അല്ലെങ്കിൽ അവർ നമ്മുടെ ലാൻഡ് മുഴുവൻ കൊണ്ടുപോകും, നമ്മുടെ ജോലി മുഴുവൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ നമുക്കൊരു ഭീഷണിയാകും, നാളെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഭയം ജനിപ്പിച്ച് ക്രൈസ്തവരുടെ ഉള്ളിൽ മുസ്ലിം വിദ്വേഷം വളർത്തുന്ന ഒരു സംഘടനയാണ് കാസ യഥാർത്ഥത്തിൽ ഇപ്പോൾ RSSന്റെ ഒരു B ടീമാണ്. സംഘപരിവാർ സംഘടനകളുടെ ഒരു ഇതായിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്ന രീതിയിലാണ് അവിടെ പെരുമാറ്റങ്ങൾ ദിവസം കാണുന്നത്. അച്ഛൻ വളരെ ധൈര്യത്തോടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നുള്ളത്. കാസ എന്നുള്ളത് സംഘപരിവാറിന്റെ അല്ലെങ്കിൽ BJPയുടെ ഒരു B ടീമാണ് എന്നുള്ളത്. അത്രക്ക് വിഷം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇവർ നടക്കുന്നത്. സമൂഹത്തിൽ ഇതുപോലെയുള്ള ആളുകളെ ഒറ്റപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എനിക്കറിയാവുന്ന ഒരുപാട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ ഇപ്പോഴും തട്ടം ധരിച്ചുകൊണ്ട് തന്നെ പല മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വരെ നാണക്കേടായിക്കൊണ്ടാണ് ഈ സ്ത്രീ എന്ന് വിളിക്കാൻ, അധ്യാപിക എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത, മുഖം കണ്ടാൽ തന്നെ തോന്നില്ല, ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ വിളിക്കുക, ഹിജാബ് ഇട്ട ഒരു സ്ത്രീ, എത്രത്തോളം അപഹാസ്യമാണ്. മന്ത്രി ശിവൻകുട്ടി വരെ ഈ കാര്യത്തിൽ പറഞ്ഞു. ആ കുട്ടി തലയിൽ അതേ കളറുള്ള യൂണിഫോമിന്റെ അതേ കളറുള്ള ഒരു ഷാള് തലയിൽ ഇട്ടു എന്ന് കരുതി എന്താണ് അവിടെ സംഭവിക്കാനുള്ളത് എന്നാ ചോദിച്ചു. എന്താണ് ഇവർക്ക് മറുപടി ഉള്ളത്? എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. ഈ തലയിൽ തട്ടിട്ടുകൊണ്ടുള്ള ഈ സ്ത്രീയാണ് മറ്റേ തട്ടിട്ട കുട്ടിയെ അത് പാടില്ല എന്ന് പറയുന്നത്. എത്രത്തോളം അപഹാസ്യമാണ്. കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതാണ്. ഒരു 10 വർഷം മുമ്പുള്ള നമ്മുടെയൊക്കെ ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കിയ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇത്തരത്തിലൊരു വർഗീയത പടർത്താറില്ല എന്നുള്ളത്. എന്തായാലും ഈ വിഷയം ഇത്രത്തോളമാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള ഒരുപാട് തീവ്രവാദ പരമായ കാര്യങ്ങൾ നമുക്കിടയിൽ ക്രിസ്ത്യൻസ്, മുസ്ലിം, ഹിന്ദു ഐക്യങ്ങൾ തകർക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയമാണ് അവരുടെ ഉദ്ദേശം. BJP ആണ് ഈ രാഷ്ട്രീയത്തിന്റെ പിറകിൽ കളിക്കുന്നത്. കേരളത്തിൽ അവർക്ക് വോട്ട് കൂട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നിർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.